അപ്പം ഞങ്ങൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലുതൊന്ന് മേടിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷെ അത് നമ്മളെ എയർ ഫ്രൈയിൽ കൊള്ളില്ല. അപ്പം ഞങ്ങൾ കഷ്ണങ്ങളാക്കിയിട്ട് ഇന്നലെ പകുതി കഷ്ണം കൊണ്ട് ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പം ഇന്നും ഉണ്ടാക്കണതിൻ്റെ ബാക്കി കൊണ്ട് ഇങ്ങനെ 4 കഷ്ണമാക്കിയിട്ടാണ്. അപ്പം അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ക്യാപ്സിക്കം ചുവപ്പുണ്ട്, പച്ചയുണ്ട്, പിന്നെ ഉള്ളിയുണ്ട്, പിന്നെ ചിക്കൻ ഡ്രൈ ആക്കി വെച്ചതാണ്. ചട്ടിയിൽ എയർ ഫ്രൈയിൽ ചട്ടിയിൽ മൂപ്പിച്ചാണ് അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യം ഇടുന്നത് എന്താണ്? ചീസ്. ഇങ്ങനെ പൊടി പൊടിയായിട്ടുള്ളത് എന്നിങ്ങനെ പാക്ക് വാങ്ങിയതാണ്. അതാണ് ഇതിലിട്ട് കൊണ്ടിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒലീവൊക്കെയാണ്. അതൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല, വാങ്ങിയത് കൊണ്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ അതിലേക്ക് നമ്മൾ ചട്ടിയിൽ എണ്ണയിൽ മൂപ്പിച്ച ചിക്കനാണ്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചുവന്ന ക്യാപ്സിക്കം അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ അതിലേക്ക് നമ്മൾ പച്ച ക്യാപ്സിക്കം വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചില്ല, അതും കൂടെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണം ഇതെല്ലാം നമുക്ക് എയർ ഫ്രൈയിലേക്ക് കയറ്റി വിടാം. അതിന് മുകളിലൂടെ കുറച്ചും കൂടെ ചീസൊക്കെ ഇട്ട് കൊടുത്ത് ഉഷാറാക്കുക. ഒറ്റൊന്ന് വെക്കാൻ പറ്റുള്ളൂ, അതിൽ വെച്ചെടുത്തു. രണ്ടും കൂടെ കൊള്ളാത്ത സുഖമാണ്. എയർ ഫ്രൈയിലേക്ക് കയറ്റാൻ പോവാണ്. വെച്ചോ. എന്താ തനു, എന്താ അച്ഛമ്മ വേണ്ട തനു? എത്ര തരുന്നു? 160 ആക്കാം. 60 ഒരു 6 മിനിറ്റ്. നമ്മുടെ സംഭവത ആയിരിക്കുന്നു. അത് നമ്മൾ എടുക്കണം. ഒന്നെടുത്തു, രണ്ടാമത്തെ വെച്ചു കൊടുക്കുക. അതാ വാവയ്ക്ക് വെന്തുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഇവിടെ നമ്മളെ കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ബ്രെഡിന്റെ മുകളിൽ ഇങ്ങനെ ചീസ് ഇടുക. ഇതിന്റെ മുകളിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ ബ്രെഡിന്റെ മുകളിലും ഇങ്ങനെ ഒന്ന് ചെയ്തു. ഇനി നമ്മൾ കഴിക്കുമ്പോ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഇതിന് മെയിൻ ചീസ്. നമ്മൾ ബ്രെഡിനെയും അതിനുള്ളിലേക്ക് ഇത് എത്ര ടെമ്പറേച്ചർ കൊടുക്കുക? ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാതെ ഒരു പരീക്ഷണം ചെയ്യാണ്. അതേ ടെമ്പറേച്ചറിലല്ലേ? നമ്മൾ ബ്രെഡ് ഇതാ അങ്ങനെ പാവം നമ്മളെ 2 പിസകൾ 4 കഷ്ണമായിരിക്കുന്നു. ഇവിടെ ഇതാ കണ്ടില്ലേ, കഴിക്കാൻ പോവുകയാണേട്ടാ. വെറുതെ പറയല്ല, കഴിക്കട്ടെ കേട്ടോ. ഇതിന് ഈ ഭാഗം കിട്ടണം, നല്ല ഭാഗം. ഇത് പിസയുടെ ബേസ് ആവുകൊണ്ട് സംഭവം എന്തായാലും സെറ്റായി രസം കഴിക്കാം. അങ്ങനെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാം. ഓർഡറിനായിട്ട് തന്നു. പിന്നെ ഇത് സോസൊക്കെ ഒഴിക്കുക, അത് നമ്മൾ ഒഴിച്ചിട്ടില്ല. അപ്പൊ സൂപ്പറാ. അങ്ങനെ ബ്രെഡിലും അത് ഭംഗിയായിട്ടുണ്ട്.